നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ കുറഞ്ഞത് 3 പേരെങ്കിലും പ്രേമിച്ചിട്ടേ പിന്നെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാവൂ. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഇപ്പൊ എന്താ പറഞ്ഞ? ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എങ്ങനെ ഇരിക്കണം? കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. ആണുങ്ങളെ കൊല്ലാൻ വേണ്ടി സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ഇവരുടെ പേര് കേസ് എടുക്കണം. അതാ വേണ്ടത്. വൃത്തികെട്ട തള്ള. വേണ്ട ഇളിക്കണ്ട, ഉള്ള പല്ലൂടെ താഴെ പോവും. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. സ്വാതന്ത്ര്യത്തിനപ്പുറം മറ്റൊന്നുമില്ല. സ്വാതന്ത്ര്യം തരുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്നത്. അവരെ കൂട്ടിനകത്തിട്ട് വളർത്തരുത്. ശരിയാ, തുറന്നു വിടണം. അവർക്കും സ്വാതന്ത്ര്യം വേണ്ടേ? ഇല്ലേ? ഞാൻ തുറന്നു വിട്ടു, ആ പക്ഷി എങ്ങോട്ടോ പറന്നുപോയി. ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 വർഷത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഒരു കരാർ എഴുതി ഒപ്പിടുന്നു. അടുത്ത 5 വർഷം കൂടെ ജീവിക്കണമെങ്കിൽ ഈ കരാറുകളൊക്കെ പരസ്പരം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അത് വേണ്ടതാ, ഈ സൈക്കോളജിക്കലായിട്ടൊരു മിംഗ്ലിംഗ് അല്ലേ? അതൊക്കെ വേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ട് അതൊന്നും ചിന്തിക്കാത്തത്? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ, നാളെ തൊട്ട് ഇനി ഒരു കരാർ പേപ്പറോട്ട് എഴുതാം. 5 കൊല്ലത്തേക്ക് നമ്മൾ കമിതാക്കളായിരിക്കുന്നതാണ്. 5 കൊല്ലം കഴിഞ്ഞ് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അല്ലെങ്കിൽ നീ ഓടിച്ച് തെളിഞ്ഞിട്ട് വാ എന്റെ അടുത്തോട്ട്, അന്നേരം ഞാൻ നിനക്ക് ലൈസൻസ് തരാം. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് ഓടിക്കുമ്പോ കാണാൻ നല്ല രസമല്ലേ? മനസാക്ഷി ഇല്ലാത്തവന്മാര്. ഒരു മര്യാദയൊക്കെ വേണ്ട സാറേ. നിന്നെയൊക്കെ മുൾക്കീടം വെച്ച് ചാട്ടവാറോണ്ട് അടിക്കാ വേണ്ടത്. ഇപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.